ഹലോ, വെൽക്കം ടു ഡ്രാമ വേൾഡ്. ലാസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ഹീറോ പോകുന്നതാണ് കാണിക്കുന്നത്. 12ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യോങ് മഞ്ജു ആണെങ്കിൽ ഡേയോണിനെ കണ്ടുടനെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ഡേയോൺ ആണെങ്കിൽ അവൾക്ക് ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ യോങ് മിഞ്ചു പറയുവാണ്, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുവാണ്, എൻ്റെ മരുന്നെല്ലാം നല്ലതുപോലെ തന്നെ ഞാൻ കഴിക്കുന്നുമുണ്ട്, എനിക്കൊരു പ്രശ്നവും ഇല്ല. ശരി, നീ എന്തോത്തിന് ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്? എവിടെ പോവാ? ഫുള്ള് ബ്ലാക്ക് ഒക്കെ ഇട്ടുകൊണ്ട് ഡോക്ടർ ക്യാങ്ങിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളതും അവളെ രക്ഷിക്കാനായിട്ട് യൂഷിജിൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളതും എല്ലാം അവളോട് പറയുവാണ് ഡേയോൺ. ഡേയോൺ ആണെങ്കിൽ കഴുത്തിൽ മിലിറ്ററി സോൾജേഴ്സ് അടയാളത്തിന് വേണ്ടിയിട്ടൊരു ചെയിൻ ഇട്ടേക്കും. ഡേയോണിൻ്റെ ചെയിനും യോങ് മിഞ്ചുവിൻ്റെ ചെയിനും രണ്ടും കോർത്ത് ഒരു ചെയിൻ ആക്കിയിട്ട് ഡേയോൺ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് യോങ് മിഞ്ചുവിൻ്റെ കയ്യിലേക്ക് അഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അവളോട് പറയുവാണ്, നീ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം, ഇത് കളഞ്ഞൊന്നും പോകാതെ നോക്കിക്കോണം, ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ കയ്യിലോട്ട് തന്നാൽ മതിയെന്ന്. അപ്പോൾ യോങ് മിഞ്ചു പറയുവാണ്, എന്ത് പറ്റിയാലും നീ തിരിച്ച് ഇതേപോലെ തന്നെ ഇവിടെ വരണം, അത് നീ മറന്നു പോകരുതെന്ന് പറയുവാണ്. അപ്പോൾ ഡേയോൺ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഡേയോണും ആൽഫ ടീമിലുള്ള എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനുള്ള സ്ഥലം ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ട് അതിനുള്ളിലേക്ക് പോവുകയാണ്. ഹീറോയിനെ രക്ഷിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അന്ന് ഹീറോ കുറച്ച് കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട ആ കുട്ടികൾ അവിടെ ഇരിക്കുന്നത് കാണുവാണ്. അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ഹീറോയിൻ്റെ ചുറ്റിലും അവരെല്ലാവരും വരുവാണ്. അങ്ങനെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ആൽഫ ടീമിലുള്ള എല്ലാവരും തന്നെ അവിടേക്ക് വരുവാണ്. എല്ലാവരും മറ്റേ ആൾക്കാരെ എല്ലാവരെയും ഷൂട്ട് ചെയ്യുവാണ്. ബ്ലൂ ഹൗസിലുള്ള ഹയർ ഒഫീഷ്യൽ പറയുവാണ്, നിങ്ങളുടെ ആൾക്കാരെ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്? US ആർമി ഞങ്ങളോട് 24 മണിക്കൂർ നേരം ചോദിച്ചിട്ടുണ്ട്, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ കമാൻഡർ പറയുവാണ്, 24 മണിക്കൂറോ? അത്രയും നേരമൊന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ കമാൻഡറിൻ്റെ അടുത്ത് പറയുവാണ്, ആദ്യം തന്നെ ഈ ഓപ്പറേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ദേഷ്യം വരുന്ന കമാൻഡർ ആണെങ്കിൽ അയാളെ നോക്കിയിട്ട് പറയുവാണ്, ഇങ്ങോട്ട് നോക്കൂ മിസ്റ്റർ പൊളിറ്റീഷ്യൻ. അപ്പോൾ അയാൾ പറയുവാണ്, നിങ്ങൾ എന്നെ എന്താ വിളിച്ച്? ഞാൻ നിങ്ങളുടെ അടുത്ത് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കമാൻഡർ പറയുവാണ്, ഒരു പൊളിറ്റീഷ്യനായിട്ട് പ്രസിഡന്റ് മുന്നിൽ ടൈയും കെട്ടി AC-യിലിരുന്ന് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ ടീം അവിടെ ജീവൻ പണയം വെച്ച് നിൽക്കുന്നത് ഒന്നും മനസ്സിലാകില്ല. ഒരാളായിരുന്നാലും ശരി, 1000 പേരായിരുന്നാലും ശരി, ഞങ്ങളുടെ മിലിറ്ററി ടീം എല്ലാവരെയും ഒരേപോലെയാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൈകളിൽ ഏറ്റവും നല്ല ടൈ നോക്കി കെട്ടിയിട്ട് പ്രസിഡന്റ് മുന്നിൽ പോയിരുന്ന് രാഷ്ട്രീയം പറയൂ. ഞങ്ങളുടെ ടീം ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതൊരിക്കലും നിർത്തുന്നതായിരിക്കില്ല എന്ന് അയാളോട് തിരിച്ചു മറുപടി പറയുവാണ്. നമ്മളുടെ ഹീറോ ആണെങ്കിൽ അറബ് നേഷൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ചേംബറും പിന്നെ ഒരു സൈഡിലെ വില്ലനും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഹീറോയും വില്ലനും നേർക്ക് നേരെ നിൽക്കുവാണ്. അപ്പോൾ ഹീറോ പറയുവാണ്, നീ പിടിച്ചു വെച്ചേക്കുന്ന അവളെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വിടാനെന്ന്. അപ്പോൾ ഹീറോയിനെ അകത്തു നിന്നും വെളിയിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ കാണുവാണ് ഹീറോയിൻ്റെ മുഖത്ത് മുറിവുകളൊക്കെ ഉള്ളത്. ആർഗസ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ അവളെ ഉപദ്രവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് നോക്കി ഷൂട്ട് ചെയ്യുവാണ്. തറയിൽ കിടന്ന് തോക്കെടുത്തിട്ട് ആർഗസ് പറയുവാണ്, നിനക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ? നിൻ്റെ ഗേൾഫ്രണ്ടിനെ നീ ഒന്നും കൂടി നന്നായിട്ടൊന്ന് നോക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഹീറോ അത് നോട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പുറത്ത് ഫുള്ളും ബോംബ് കെട്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ മറിഞ്ഞു നിൽക്കുന്ന ടീംമേറ്റ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും പറയുകയാണ്, ഞാൻ പറയുന്നത് വരെ ആരും ഷൂട്ടും ഒന്നും ചെയ്യരുത്, എല്ലാവരും എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുക. നമ്മുടെ ഹീറോ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് എങ്ങനത്തെ ബോംബാണ്, എങ്ങനെയാണ് ഇത് ഡിഫ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനെന്ന്. അപ്പോൾ ആ ടീംമേറ്റ് പറയുവാണ്, എനിക്ക് അവിടെ വന്നാലേ അത് കാണാൻ പറ്റൂ, ഞാൻ കുറച്ച് ദൂരെയാണ്, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന്. ആർഗസ് അങ്ങനെ വന്നിട്ട് ഹീറോയിനും ജസ്റ്റ് ഒന്ന് തട്ടുവാണ്. അയാൾ തള്ളിയതിൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ഹീറോയിൻ കെട്ടിയേക്കുന്ന ആ ഒരു ബോംബ് വേസ്റ്റിൽ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തുന്നത് പോലെ നമ്മുടെ ഹീറോ അത് കാണുവാണ്. അപ്പോൾ മറ്റേ ടീംമേറ്റ് പറയുവാണ്, ആ ബട്ടൺ ആയിരിക്കും ചിലപ്പോൾ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നതിനുള്ള ബട്ടൺ എന്ന്. ആർഗസിൻ്റെ കയ്യിൽ റിമോട്ട് ഉണ്ടായാലും വയർലെസ് കണക്ഷൻ ആ ബോംബ് വേസ്റ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അയാളുടെ കയ്യിൽ റിമോട്ട് ഉള്ളത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, നമുക്കത് ഈസി ആയിട്ട് തന്നെ ഡിഫ്യൂസ് ചെയ്യാം. എന്നോട് ക്ഷമിക്ക്, ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്, നീ ഇപ്പം ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്കണം, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം, അനങ്ങാതെ അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ ഷോൾഡർ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുവാണ്. നമ്മുടെ ഹീറോ ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷൂട്ട് ചെയ്യുവാണ്. ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ആർമിയും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷൂട്ട് ചെയ്യുവാണ്. ആർഗസിനെയും ഷൂട്ട് ചെയ്യുവാണ്. അയാളും അങ്ങനെ തറയിൽ വീഴുവാണ്. നമ്മളുടെ ഹീറോയിൻ്റെ ബോംബ് വേസ്റ്റ് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. അയാൾ പറയുവാണ്, ഡോക്ടർ ക്യാങ്, നിങ്ങൾ കുറച്ച് ആടാതെ ഇരിക്കാമോ, എങ്കിലേ എനിക്കിത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ക്യാങ് പറയുവാണ്, ഞാൻ
പേടിച്ചത് കൊണ്ട് ഇങ്ങനെ ആവുന്നതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ ഹീറോ എന്ന് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അടുത്തിരിക്കുന്നില്ലേ സോൾജർ കോങ്, ഇയാളെ കൊണ്ട് ഏതൊരു ബോംബും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏത് തരത്തിലുള്ള ബോംബാണെന്ന് ഇയാൾ കണ്ടുപിടിക്കും. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഇയാൾ അത് ഡിഫ്യൂസ് ചെയ്യും. അയാളെ കൊണ്ട് അത് മൊത്തത്തിൽ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നേരത്തിനുള്ളിൽ ആ ബോംബ് പൊട്ടുമെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ അത് ജനൽ വഴി തൂക്കി വെളിയിലോട്ട് എറിയുവാണ്. അതെറിഞ്ഞതിന് ശേഷം അവിടെ വലിയൊരു സ്ഫോടനമാണ് നടക്കുന്നത്. പേടിച്ച് നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ഹീറോ ഹഗ് ചെയ്യുവാണ്. മരിച്ചെന്ന് വിചാരിച്ച ആർഗസ് എഴുന്നേറ്റ് ഹീറോയിനെ നോക്കി ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു ഗൺ ഷോട്ട് ഹീറോയിൻ്റെ ദേഹത്തോട്ട് വരുവാണ്. രണ്ടുപേരും തറയിലോട്ട് വീഴുവാണ്. അപ്പോൾ ഹീറോയിൻ്റെ കണ്ണ് മൂടിയിട്ട് പറയുകയാണ്, ഇത് നീ ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ആർഗസിനെ ഷൂട്ട് ചെയ്യുവാണ്. അങ്ങനെ ആർഗസും മരിക്കുവാണ്. എൻ്റെ ടീമിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നിനെക്കുറിച്ച് ആലോചിക്കാതെ വിഷമിക്കാതെ റെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ നമ്മുടെ മെഡിക്യൂബ് പഴയ പോലെ തന്നെ ആവുകയാണ്. നേഴ്സ് എല്ലാം തന്നെ പഴയ പോലെ രാവിലെ സോൾജേഴ്സ് എല്ലാം ചെയ്യുന്ന എക്സസൈസ് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇനി എത്ര കള്ളങ്ങളാണ് എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്? ഫാൻഡം വില്ലേജിൽ നിന്ന് രക്ഷിച്ച ആ കുട്ടികളെല്ലാവരെയും തന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ആർഗസിൻ്റെ ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കിയതും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ ആലോചിച്ച് നോക്കുവാണ്. ചില സമയമൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് തമാശയായിട്ട് പെരുമാറുമല്ലോ. നിങ്ങളെക്കൊണ്ട് ചില സത്യങ്ങൾ പറയാൻ പറ്റാത്തപ്പോഴാണ് നിങ്ങൾ ആ തമാശകളിലൂടെ വിഷയങ്ങൾ ഓരോന്നും മാറ്റുന്നത്. നിങ്ങളുടെ ഓരോ സംസാരത്തിനകത്തും ഒരു വലിയ പൊളിറ്റിക്സും ഉണ്ട്, ഒരാളുടെ ജീവനുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ രാവിലെ എന്തോ കഴിക്കണം, വൈകിട്ട് എങ്ങനെ പോകണം, ഒരു ജോലി എങ്ങനെ തീർക്കണം, അങ്ങനെയെല്ലാം ആലോചിക്കുന്ന ഒരു ശരാശരി മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എന്താ വേണ്ടുള്ളത്? എൻ്റെ അടുത്ത് നിന്ന് ബ്രേക്കപ്പ് ആണോ ചോദിക്കുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടാത്തത് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ എന്നെക്കൊണ്ട് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നടന്നു പോവാണ്. മെഡിക്യൂബിൻ്റെ അടുത്ത് ഹീറോയിൻ പറയുകയാണ്, നമ്മൾ തിരിച്ച് കൊറിയയിലോട്ട് പോകാൻ പോവാണ്, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടോ എന്ന്. പക്ഷേ മെഡിക്യൂബിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ, ഇവിടെ നിന്ന് പോകാനൊരു മനസ്സുമില്ല എന്നിങ്ങനെയൊക്കെ. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നമുക്ക് ലാസ്റ്റായിട്ട് ഒരു റൗണ്ട് പോയിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വരാമെന്ന്. ഇനി 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാമെന്ന് ഡോക്ടർ ക്യാങ് യോങ് മിഞ്ചിൻ്റെ അടുത്ത് പറയുവാണ്. അപ്പോൾ യോങ് മിഞ്ച് പറയുവാണ്, ആർക്കാണ് ഈ അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ പിടിച്ചിങ്ങോട്ട് വലിച്ചു നിർത്തുവാണ്. അവളുടെ ഷോൾഡറിലുള്ള ആ ഒരു മുറിവ് കണ്ടിട്ട് പറയുവാണ്, നീ 2 ദിവസത്തേക്ക് കുളിക്കാൻ പാടില്ല, നിൻ്റെ ഡ്രസ്സിങ്സ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം, 2 ദിവസത്തിന് ശേഷമേ നിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. ഹീറോ ഒരു ഫോട്ടോ കത്തിക്കുവാണ്. അത് ആർഗസുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. ആർഗസ് നമ്മുടെ ഹീറോയിൻ്റെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹീറോ കരഞ്ഞത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോൻ്റെ കണ്ണ് പൊത്തിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് മറന്നു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സമാധാനിപ്പിക്കുവാണ്. ഹീറോ കോഫി ഇട്ടുകൊണ്ട് വന്നിട്ട് ഹീറോയിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നേരെ പോയിട്ട് ഹീറോനെ ഹഗ് ചെയ്യുവാണ്. നീ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ തൊട്ട് ഒരു കാര്യം മാത്രം എൻ്റെ അടുത്ത് പറയണം, അടുത്ത പ്രാവശ്യം എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എവിടോട്ടെങ്കിലും നീ പോവുകയാണെങ്കിൽ ഞാൻ അടുത്തുള്ള കടയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കും നീ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വിഷയത്തിലോട്ടാണ് പോകുന്നതെന്ന്. ജീവിക്കുവോ മരിക്കുവോ എന്നറിയാത്തൊരു പോരാട്ടത്തിലോട്ട് നീ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്നെ ഒന്ന് ചിരിപ്പിച്ചിട്ട് വേണം നീ പോകാൻ. ഒരു വിഷയം ഞാനിപ്പോൾ ചോദിക്കാം, ഞാനാണോ നിനക്ക് വലുത്, ഈ രാജ്യമാണോ നിനക്ക് വലുത്? അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ്, അത് ഇപ്പോൾ നീയാണെന്ന്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുക, അതെന്താ ഇപ്പോൾ നീയാണെന്ന്? നീ ഒരു പ്രാവശ്യമല്ലേ ചോദിക്കുമെന്ന് പറഞ്ഞോളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നീയാണെന്ന് പറഞ്ഞത്. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് പറയാണ്, നീ വിഷമിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല, നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുവാണ്. ഡയോൻ്റെ അടുത്ത് യോങ് മിഞ്ച് പറയാണ്, ഞാനിപ്പോൾ വളരെ സുഖമായിട്ട് ഇരിക്കുവാണ്, എനിക്കിപ്പോൾ ഒരുപാട് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുവാണ്, നമുക്ക് ഇവിടുന്ന് പോയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഫുഡെല്ലാം കഴിക്കാം, എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഫുഡും നിൻ്റെ മുഖമാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്, എന്നാ നീ എനിക്കിട്ട് തന്ന ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഡയോൻ്റെ കഴുത്തിലോട്ട് വീണ്ടും ആ ചെയിൻ ഇട്ട് കൊടുക്കുവാണ്. 2 ഹീറോസും ഹീറോയിൻസിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. പ്രൈവറ്റ് കിങ് പറയുവാണ്, നിങ്ങളെൻ്റെ കിച്ചൺ ഒരുപാട് മോശമാക്കി വെച്ചിട്ടുണ്ട്. ഒരു വഴിയിൽ നമ്മുടെ 2 ഹീറോസും ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എനർജി എല്ലാം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ സൂപ്പ് കുടിച്ചോ, ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി എല്ലാം പഴയ പോലെ തന്നെ കൊണ്ടുവരും. കൊള്ളാമല്ലോ, രണ്ടുപേരും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്.
ഇത് കഴിക്കുമ്പോൾ ഞാൻ അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് വരുമ്പോൾ വെളിയിലൊരു കടയില്ലായിരുന്നോ, അവിടെ കഴിക്കുന്നത് പോലെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ക്യാങ് പറയാണ്, ആ ശരിയാണ്, ഞാൻ അവൻ്റെ കൂടെ നിന്നെ ഒരുപാട് പ്രാവശ്യം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ യോങ് മിൻജു പറയാണ്, ഞാനൊന്നും അവൻ്റെ പുറകെ നടന്നതൊന്നുമല്ല, അവനാണ് എൻ്റെ പുറകെ നടന്നത്. ഇപ്പോഴും നിങ്ങളെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഞാനാണ് ഇടയിൽ വന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഡോക്ടർ ക്യാങ് പറയാണ്, നിനക്ക് ഇതുവരെയായിട്ടും അറിഞ്ഞുകൂടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ നീ എന്തിനാണ് അതിൻ്റെ ഇടയിലോട്ട് വന്നത്? അപ്പോൾ യോങ് മിൻജു പറയുകയാണ്, എന്ത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും കപ്പിൾ ആണെന്ന് അവൻ എൻ്റെ അടുത്ത് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സ്റ്റഡി പാർട്ട്നേഴ്സ് മാത്രമാണ്, നിനക്ക് അവനെ ഇഷ്ടമായിരുന്നെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ക്യാങ് പറയുകയാണ്, എന്ത് വൺ സൈഡ് ലവോ? ഏപ്രിൽ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ തുടങ്ങിയതാണ്. അപ്പോൾ യോങ് മിൻജു പറയുകയാണ്, നിനക്ക് ഏപ്രിൽ തൊട്ടാണോ? എനിക്ക് അവനെ മാർച്ച് തൊട്ട് പരിചയമുണ്ടല്ലോ. അപ്പോൾ ക്യാങ് പറയുകയാണ്, ഞാൻ പറഞ്ഞത് ആ ഏപ്രിലല്ല, അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിലെ ഏപ്രിൽ. ഇങ്ങനെ നമ്മളെ രണ്ട് ഹീറോയിൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞാണ് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സത്യങ്ങളെല്ലാം വിളിച്ച് അവരുടെ മുമ്പിലാണ് ഈ പറയുന്നതെന്ന്. നമ്മുടെ രണ്ട് ഹീറോസ് ആണെങ്കിൽ തുറിച്ച് അവരെ രണ്ടുപേരെ നോക്കുവാണ്. അപ്പോൾ ഡേയോൺ ചോദിക്കുവാണ്, നിങ്ങൾ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞാണോ ഇടയ്ക്കിടയ്ക്ക് അടിയുണ്ടാക്കുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. യോങ് മിൻജു ഡോക്ടർ ക്യാങ്ങിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിനക്ക് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ, നീ എന്തിനാ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞത്? അതിനുശേഷം അവൾ പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ വയ്യാത്തത് കൊണ്ട് കുറച്ച് ആക്ടിങ് കൂടുതലിട്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ യോങ് മിൻജു പറഞ്ഞ ആ ഐഡിയയും വെച്ചുകൊണ്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് വരുവാണ്. ശരീരം നല്ല വേദന ഉള്ളതുപോലെയൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുവാണ്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ്, എനിക്ക് ഫീവർ ഉള്ളതുപോലെ തോന്നുന്നു, വിഷമിക്കൊന്നും വേണ്ട, അതങ്ങ് മാറിക്കോളുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ദേഷിച്ച് പറയുകയാണ്, നിനക്കോ ഫീവറോ, നീ ആക്ടിങ് മതിയാക്ക്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ശരി, നീ ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേൾക്ക്, നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം, നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ ലോകത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അയാളുടെ പേരാണ് യൂഷിജൻ. അയാളെ ഞാൻ എപ്പോഴെല്ലാം കാണുന്നുവോ അപ്പോഴെല്ലാം അയാൾ നല്ല സുന്ദരനാണ്. അതുമാത്രമല്ല നേർക്ക് നേരെ നിന്നിട്ട് ധൈര്യമായിട്ട് എന്ത് പ്രശ്നം വന്നാലും നേരിടും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അയാളുടെ പേര് ഞാൻ ഒന്നുകൂടി പറയാം, യൂഷിജൻ. ഇത് കേട്ട ഉടനെ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോൻ്റെ ദേഷ്യമെല്ലാം എവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ കൊറിയയിൽ പോയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന്? ഞാൻ കുളിക്കണം, അതാണ് ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഹീറോ പറയാണ്, എനിക്ക് നിൻ്റെ കൂടെ ചേർന്നിട്ട് സിനിമ കാണണമെന്നാണ് ആഗ്രഹം. നമ്മൾ മുമ്പ് ഒരുമിച്ച് കാണണമെന്ന് വിചാരിച്ചിട്ട് കാണാൻ പറ്റാതെ പോയില്ലേ, ആ ഒരു സിനിമ തന്നെ എനിക്ക് കാണണം. നമ്മുടെ ഹീറോയിൻ രണ്ടുപേരും അവസാനം ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ ഹീറോയിനും നഴ്സുമാരും എല്ലാവരും തന്നെ സോൾജേഴ്സ് എക്സസൈസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ പുതിയതായിട്ട് ഒരാൾ ഓടുന്നുണ്ടല്ലോ, ഈ ഒരാളെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഫസ്റ്റ് റോയിൽ തന്നെ നമ്മുടെ ഡോക്ടർ സോങ് ആണ് ഓടുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്ന നേഴ്സ് പറയാണ്, എനിക്കെന്തോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവൻ്റ് ആയിട്ട് തോന്നുന്നത്. നഴ്സ് കോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ നഴ്സ് കോയാണെങ്കിൽ ഇത് കണ്ടിട്ട് പോവുകയാണ്. മെഡിക്കൽ ടീമിലുള്ള എല്ലാവരും നിന്നിട്ട് അവസാനമായിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. നമ്മുടെ മൊത്തം ആർമി ടീമും അവർക്ക് ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുകയാണ്. അതും എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും അവരവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് വരുവാണ്. പെട്ടെന്ന് സൈറൺ അടിക്കുവാണ്. ആ സൈറൺ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിനും അന്ന് എർത്ത് ക്വേക്കിൽ മരിച്ചുപോയ എല്ലാവർക്കും അഞ്ജലി അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈറൺ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളുടെ മെഡിക്കൽ ടീമിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ അവിടെ ശാന്തമായിട്ട് നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുകയാണ്. എത്ര പേരുടെ ജീവൻ പോകുന്നതാണ് അവർ കണ്ടത്, എത്രയോ പേരാണ് അവർ രക്ഷിച്ചത്, എത്ര പ്രതിസന്ധികളാണ് അവർ തരണം ചെയ്തത് എന്നെല്ലാം അവർ ആലോചിക്കുകയാണ്. അങ്ങനെ മെഡിക്കൽ ടീമിലുള്ള എല്ലാവരും തന്നെ തിരിച്ച് കൊറിയയിലോട്ട് പോകുകയാണ്. നമ്മുടെ 12th എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റും നല്ല റൊമാൻസിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം വരുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്.